ചങ്ങനാശ്ശേരി സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പോകാനുള്ള ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. ഇതാണ് അദ്ദേഹം, സന്തോഷ്. CRPF ചങ്ങനാശ്ശേരിയിലായിരുന്നു അന്ന് ഡ്യൂട്ടി. നമ്മുടെ വണ്ടി കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എൻജിൻ ചേഞ്ച് ചെയ്ത് വേണം ഇനിയുള്ള യാത്ര പോകേണ്ടത്. രാത്രിയിലായിരുന്നു യാത്ര, അതുകൊണ്ട് കൂടുതൽ ദൃശ്യങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ തിരുനെൽവേലി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. എക്സ്പ്രസ് ട്രെയിനാണ് അടുത്ത പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയുടെ ഒരു ആവശ്യം വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. നല്ല പനിയോടെയാണ് ഞാൻ ഈ യാത്ര ആരംഭിച്ചത്. അതുകൊണ്ട് എൻ്റെ സൗണ്ടിൽ നല്ല വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ സ്റ്റേഷനുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ആശുപത്രിയിലേക്ക്. നമ്മുടെ ഈ ആശുപത്രിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം. പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാം. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി സർക്കാരിൻ്റെ തിരുനെൽവേലിയിലെ ബസ് ഡിപ്പോയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഞാൻ പോകുന്നത് ഇവിടെ ഒരു ആശുപത്രിയിലാണ്. ആ ആശുപത്രിയിൽ വീഡിയോ അലൗഡല്ല. വീഡിയോ എടുക്കുന്നതോ അലൗഡല്ല. ശ്രമിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ ആശുപത്രിയിലെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. കാരണം പേഷ്യൻ്റെ പുറകെ ആയിരുന്നു ഞാനും. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. നമ്മൾ തിരിച്ചുള്ള യാത്രയിലേക്ക് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. തിരിച്ചുള്ള യാത്രയ്ക്ക് നമ്മുടെ ട്രെയിൻ വരാൻ ഏകദേശം 1.5 മണിക്കൂർ ടൈമാണ്. അതുവരെ അവിടെ സ്റ്റേഷനിലിരിക്കാതെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു പ്രതിമ ഇപ്പോൾ കാണപ്പെട്ടു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഈ പ്രതിമ അവിടെ ഇല്ലായിരുന്നു. പിന്നെ തിരിച്ചുള്ള യാത്രയാണിത് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വഴി വരുമ്പോൾ നിറയെ കാറ്റാടിപ്പാടങ്ങളും മലനിരകളും കാണാൻ സാധിക്കും. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് യാത്രയായിരുന്നു ഇത്. അതുപോലെ തന്നെ